വരുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഉണ്ടോ അത് മുഴുവൻ എടുത്താൽ കൊണ്ടുപോകുന്നുണ്ട്. ഉറങ്ങാതിരിക്കുന്നവരൊക്കെ ഒച്ച വയ്ക്കുകയോ ലൈറ്റൊക്കെ ഓൺ ചെയ്യും. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് തന്നെ ഒതുങ്ങി പോകുന്നൊക്കെയാണ് പറയുന്നത്. നീ ഇവിടെ നിന്നാണോ പൊട്ടെന്ന് പറഞ്ഞ് കാക്കിച്ചു ഇപ്പം അതിനെ ശാസിച്ചു. പെട്ടെന്ന് അത് നിമിഷനേരം കൊണ്ട് അത് ഭൂമിയിലേക്ക് തന്നെ താഴ്ന്നു പോയി. തെങ്ങൊക്കെ നടന്നു പോവുക ഇങ്ങനെ തെങ്ങ്. നമസ്കാരം. മഴ കനത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇടുക്കിയിലാണ് നിൽക്കുന്നത്. ഇടുക്കിയിൽ ഈ മഴ എവിടെയൊക്കെയാണ് ശോഭിക്കുന്നത്, അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനായി എത്തിയപ്പോൾ ഇലപ്പള്ളി എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് മൂലമറ്റത്തിന് സമീപമാണ്. ഇവിടെ ഒരു ഉരുൾപൊട്ടി എന്നറിഞ്ഞാണ് ഞാൻ എത്തിയത്. പക്ഷേ അത് വലിയ ഉരുൾപൊട്ടലല്ലായിരുന്നു, ചെറിയൊരു മണ്ണിടിച്ചിൽ മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ച് ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ പ്രാദേശികരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കണ്ടു. അവരൊക്കെ ഒരു കാര്യം എന്നോട് പറഞ്ഞപ്പോൾ അതിലൊരു കൗതുകം തോന്നി. അത് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ഈ ഉരുൾപൊട്ടലിന് പിന്നിൽ വെള്ളവും ഈ മണ്ണും മാത്രമല്ല, അതിന് പിന്നിൽ മറ്റൊരു ശക്തി കൂടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇവിടെയുള്ള നാട്ടുകാർ. അവരുടെ അനുഭവങ്ങൾ, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കുകയാണ്. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം. 1978 ഒക്ടോബർ 18-ാം തീയതി ഏകദേശം ഒരു 4 മണിയോടുകൂടി അതിഭയങ്കരമായൊരു മഴ, ഏതാണ്ട് 3-4 മണിക്കൂർ തുടർച്ചയായിട്ട് അങ്ങ് നിന്നതാണ്. അന്ന് ഭയങ്കരമായൊരു ഉരുൾ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു അനുഭവം ഉണ്ടായി. അത് ഞങ്ങൾ പള്ളിയിലുണ്ടായിരുന്നു. പള്ളിയിൽ ഒരു പെരുന്നാളിൻ്റെ ശേഷം ഞങ്ങൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചാൽ ലേലം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഉരുൾ പൊട്ടുന്നത്. അപ്പോൾ ഒരു 10-30 കുട്ടികൾ പള്ളിക്കകത്ത് കൊയർ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കും. അന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് പള്ളിയേക്കാളും വലുപ്പത്തിനാണ് പൊക്കത്തിലൂടെ ഈ മരങ്ങളെല്ലാം പറിച്ച് കല്ലൊക്കെ കൊണ്ടുവന്ന് ഈ പള്ളിയുടെ സൈഡിൽ കൂടെ അതിന് താഴോട്ട് പോകുന്നത്. അത് ഈ മരങ്ങളൊന്നും പടർന്നും വട്ടൊന്നും അല്ല വരുന്നത്, ഏതാണ്ട് നടന്ന് തുള്ളി വരുന്ന പോലെയൊക്കെ തോന്നുന്നു. അതിൻ്റെ പുറമെ അതിൻ്റെ പുറകിലായിട്ട് ഈ കല്ലും മണ്ണും ആയിരിക്കണം ഒരു കറുത്ത വസ്തു ഇങ്ങനെ ഏതാണ്ട് വലിയൊരു മതിൽ പോലെ ഇങ്ങനെ തള്ളി ഈ മരങ്ങളെല്ലാം തള്ളിക്കൊണ്ട് അത് വരുന്നു. അപ്പോൾ താഴെ വന്ന് ഒരു വലിയ തോടുണ്ട്. ആ തോട്ടി വന്നിട്ടാണ് ഇതെല്ലാം അവിടെ ദാനദാരസ്വരത്തിൽ നിരക്കുന്നത്. അതുവരെ ഒരു ഒറ്റ കട്ടയായിട്ടാണ് ഇത് വരുന്നത്. ആ വരുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഉണ്ടോ അത് മുഴുവൻ എടുത്താൽ കൊണ്ടുപോകുന്നുള്ളൂ. അതാണ് ഈ ഉരുളിൻ്റെ ഒരു പ്രത്യേകത അന്ന് കണ്ട് മനസ്സിലാക്കിയത്. അതിനു മുമ്പ് പേരൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഒരു ഭയങ്കരമായൊരു ശക്തിയാണ് പ്രകൃതിയുടെ ഒരു ഭയങ്കര വിളയാട്ടം വന്ന് നടക്കുന്നതാണ്. അതിൽ പിന്നീട് അത്രയും ഭയങ്കരമായിട്ടുള്ള ഉരുളൊന്നും വന്നിട്ടില്ല. എന്നാലും ഉരുളുണ്ട്, എല്ലാ വർഷവും ഉണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒക്ടോബർ ഒരു 17-ാം തീയതി അന്ന് ഇവിടെ പള്ളിയുടെ അടുത്തോടെ ഒരു ഭയങ്കരമായൊരു കൊന്നക്കൽ വരെ എന്ന് പറയുന്ന ഒരു പാറക്കെട്ടുണ്ട്. അവിടെ നിന്ന് ഇതുപോലെ ഉരുൾ വന്നതാണ്. അത് ഇതുപോലെ വലിയ ശക്തിയായിട്ടില്ല, എന്നാലും ഏറെക്കുറെ വന്നു ഇവിടെ കുറേ നാശമൊക്കെ ഉണ്ടാക്കിയതാണ്. അതുപോലെ ഈ പ്രാവശ്യം ഞങ്ങൾ പ്രതീക്ഷിച്ചു, പക്ഷെ അതുണ്ടായില്ല. ദൈവാനുഗ്രഹത്താൽ ഉരുൾപൊട്ടൽ വരുന്നത് ഈ വെള്ളത്തിൻ്റെ മാത്രം ശക്തി കൊണ്ടല്ല എന്നൊന്ന് പറഞ്ഞിരുന്നല്ലോ. എന്താണ് അതിൻ്റെ ഒരു വാസ്തവം? വെള്ളത്തിൻ്റെ ശക്തികളെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ശക്തി ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. കാരണം അത്രയും ഭയങ്കര ഒരു ഭയാനകത്താണ് ഈ ഉരുൾപൊട്ടിൻ്റെ ഭയങ്കര സൗണ്ടും. ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടാകുന്നുണ്ട് ഈ ഉരുൾപൊട്ടി. അത് ഈ മേഘസ്ഫോടനം ഉണ്ടാകുന്നതാണെന്ന് പറയുന്നു. എന്തായാലും അത് എനിക്ക് ഇതെല്ലാം കൂടെ പോരുന്ന സമയത്ത് താഴോട്ട് പോരുമ്പം അവിടെ എടുത്തെടുത്താണ് പോരുന്നത്. ആ പോരുന്ന സമയങ്ങളിൽ ഒച്ചയിടുക എന്നൊക്കെ പറയും. പണ്ട് കാരണന്മാരൊക്കെ പറയുമായിരുന്നു, ഒച്ചയിടുകയോ വെട്ടം കാണുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറിപ്പോവും. ഉരുൾ വരുന്ന ഇത് മാറിപ്പോകുന്ന അങ്ങനെയൊക്കെ കാരണന്മാരിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. രാത്രി സമയങ്ങളിലാണെങ്കിൽ മിക്കവാറും സമയങ്ങളിലും വെട്ടം വെളിച്ചൊന്നും കാണൂലല്ലോ. അറിയുന്ന കണ്ടീഷനാണെങ്കിൽ വെട്ടം കാണുമോ അപ്പോൾ അതിനകത്ത് എന്തോ ഒരു ശക്തി ഉണ്ടെന്നാണ് കാരണവന്മാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്താണ് അതിൻ്റെ പുറകിലെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല. എന്തായാലും ഭയങ്കര ശക്തിയുള്ള കേസാണിത്. ഞാനിവിടെ ഇലപ്പള്ളി വന്നതിന് ശേഷമാണ് ഈ ഉരുൾ ഇത്രയും വലുത് കാണുന്നത് തന്നെ. അതുകൊണ്ട് എനിക്ക് അതേക്കുറിച്ച് പേടിയൊന്നും തോന്നാറില്ല. ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കേട്ടപ്പോഴത്തേനുമാണ് എനിക്കും അങ്ങനെ തോന്നുന്നത്. ഇങ്ങനെ അത് ഇങ്ങനെ മലയിലിങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നു, ആ കല്ലെല്ലാം കുത്തി ഇളക്കി പോകുന്നു. അപ്പോൾ ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാർ ഉറങ്ങാതിരിക്കുന്നവരൊക്കെ ഒച്ച വയ്ക്കുകയോ ലൈറ്റൊക്കെ ഓൺ ചെയ്യും. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് തന്നെ ഒതുങ്ങി പോകുന്നൊക്കെയാണ് പറയുന്നത്. അല്ല നേരിട്ട് ഞാൻ ഇങ്ങനെ കണ്ട ഒരു അനുഭവം എനിക്കില്ല. ഞാനിങ്ങനെ കാരണം എനിക്കിപ്പോൾ ഉരുളുപൊട്ടെന്ന് പറഞ്ഞാൽ തന്നെ കാണാൻ ഞാൻ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞൊരു 78-ൽ അവിടെ ഒരു ഉരുളുപൊട്ടുണ്ട് വന്നേ. അത് ഞാൻ ഇവിടെ വന്നുകൊണ്ടാണ് കാണുന്നത്. ഇവിടെ വന്ന് കാണുന്നുണ്ട്. സൗണ്ട് കേട്ട് ഞങ്ങൾ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ കുലുങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ തൊട്ടപ്പുറത്തൂടെ
തെങ്ങൊക്കെ നടന്ന് പോവുക ഇങ്ങനെ തെങ്ങ് നടന്ന് പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അത് എന്നിട്ട് ഈ പരമ്പ് ഇങ്ങനെ തീർത്ത് വെക്കുമല്ലോ, അതുപോലെയാണ് ഇങ്ങനെ വരുന്നത്. ഇത് ഞാൻ ഒരു ശാലനേരം അത് കണ്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ കാഴ്ച പോയി, കാണത്തില്ലാതായിപ്പോയി. ഞാൻ അവിടെ കിടന്ന് കാറുന്നുണ്ട്, ഭയങ്കരമായിട്ട് കാറി, ശകലം ഒരു സൗണ്ട് പുറത്തേക്ക് വന്നില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ. ഈ ഉരുൾ വന്ന് കണ്ട് അതിപ്പോൾ എനിക്ക് പേടിയാണ് ഭയങ്കര. ഉരുൾ പൊട്ടുന്നതിൻ്റെ കേസ് പറയുമ്പോഴേ പേടിയായിരിക്കും, മഴ കാണുമ്പോൾ പേടിയായിരിക്കും, പേടിച്ചു പോയി. നിലവിലപ്പം നിങ്ങളെയൊക്കെ ഇവിടുന്ന് മാറ്റാനായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ലേ സർക്കാർ? അല്ല, അത്രയ്ക്കുള്ള ഒരു ക്യാമ്പ് നടത്തുന്ന രീതിയിൽ ഒരു പ്രയാസം ഇവിടെ അനുഭവിക്കുന്നില്ല ഞങ്ങൾ. ചില ഒറ്റപ്പെട്ട ഓരോ വീടൊക്കെ ഉണ്ടാവും, അവരൊക്കെ ബന്ധു വീട്ടിലോട്ടൊക്കെ മാറും. അങ്ങനെ മാറിയവരുണ്ട് ഇവിടെ ഈ ഇടയ്ക്ക്. അതെ, കേരളത്തിലിപ്പോൾ സംബന്ധിച്ച് ഈ പ്രകൃതിക്ഷോഭത്തിൻ്റെ ഒരു ഭാഗം ഞങ്ങൾക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പേടിക്കത്തക്ക ഇല്ല. ദുഷ്ടശക്തികളാണോ ഇതിന് പിന്നിൽ? ദുഷ്ടശക്തികളെന്ന് പറയാൻ പറ്റില്ല, എന്തോ ശക്തി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഉരുള് എന്ന് പറഞ്ഞാൽ ഭയങ്കര തീക്കും വെള്ളത്തിനെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയാണ് ഇതിന്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കും അറിയത്തില്ല, കാരണന്മാരൊക്കെ അങ്ങനെ പറയുന്നത്. പണ്ട് കാലത്തപ്പോൾ ഇതിനെയൊക്കെ എന്തെങ്കിലും മന്ത്രവാദങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനായിട്ട് ഇത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. മഴയ്ക്കും വെള്ളത്തിനും മന്ത്രവാദം ചെയ്തിട്ടുണ്ട് ചെയ്യാനോ ഒന്നും ചെയ്യാൻ നടക്കില്ല. കേട്ടുകേൾവിയാണ്. മഴക്കാലത്ത് ഇതുപോലുള്ള മഴക്കാലത്ത് ഉരുൾപൊട്ടുന്ന ആ സീസണിൽ ഒരു പ്രായമുള്ളൊരു സ്ത്രീ വയലിലെ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തണുത്തവർക്ക് അവർ അടുക്കളയിൽ കയറി തീ കത്തിച്ച് തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനു മുമ്പ് അതിൻ്റെ അടുത്ത സമയത്തൊക്കെ പലയിടത്തും ഇങ്ങനെ ഉരുൾ പൊട്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാം ഓർത്തുകൊണ്ട് അവർ ഈ തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പം അവരുടെ തൊട്ടടുത്ത അടുക്കള മുറിയിൽ തന്നെ ഒരു ബോളിൻ്റെ വലുപ്പത്തിന് എന്തോ ഒരു വസ്തു ശബ്ദത്തോടുകൂടി ഇങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വരുന്നിട്ട് അവർക്ക് അവരുടെ പൂർവ്വരൊക്കെ പറഞ്ഞ ഒരു അനുഭവമൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഉരുൾ പൊട്ടുന്ന അനുഭവത്തിൽ ഇത് കാണുന്ന സമയത്ത് നമ്മൾ ഒച്ചയിടുകയോ അലറുകയോ കാറുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് തന്നെ ഒന്നുകിൽ അതിൻ്റെ ശക്തി കുറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് അത് വഴിമാറി പോകുന്ന ഒരു പ്രതിഭാസം അവർ കേട്ടിട്ടുണ്ട്, അവർക്ക് അനുഭവം ഉണ്ടാകുന്നു. അതോർത്തുകൊണ്ട് അവരവിടെ നിന്ന് നീ ഇവിടെ നിന്നാണോ പൊട്ടെന്ന് പറഞ്ഞ് കാക്കിച്ചു തുപ്പി അതിനെ ശാസിച്ചു. പെട്ടെന്ന് അത് നിമിഷനേരം കൊണ്ട് അത് ഭൂമിയിലേക്ക് തന്നെ താഴ്ന്നു പോയി. പിന്നെ ആ പ്രദേശത്തെങ്ങും പെട്ടിട്ടുമില്ല. അങ്ങനെ അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഇവർ പറയുന്ന കാര്യങ്ങൾ തള്ളിക്കളയാനും കഴിയില്ല. എന്നാൽ ഈ ശാസ്ത്രം ഇത്രത്തോളം പുരോഗമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ശക്തികളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതും ഉണ്ടാകും. എന്തായാലും അവർ അവരുടെ വിശ്വാസം പറഞ്ഞു എന്ന് മാത്രം. ആർ പിയൂഷ്, മറുനാടൻ ടി.